കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ ആരണ്യകാണ്ഡം നമ്മൾ 9-ാം സർഗം കഴിഞ്ഞു. നമ്മുടെ അപ്പോൾ കബന്ധൻ്റെ സ്തുതിയും കഴിഞ്ഞു. അത് നമ്മൾ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ വായിക്കുകയും ചെയ്തുല്ലോ. ഇനി നമുക്ക് ആരണ്യകാണ്ഡം 10-ാം സർഗത്തിലേക്ക് ഇനി ശബരിയുടെ അവിടേക്ക് പോകണതും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൃശ്യമൂകാചരത്തിലേക്ക് പോണതൊക്കെ വരുന്നി. ശ്രീ മഹാദേവ ഉവാച, ശ്രീ പാർവതി പറയണതായിട്ടാണല്ലോ രാമായണം പാർവതിയോടെ. അപ്പം നമുക്ക് ഭഗവാന്റെ വാക്കുകളെ കൂടെ നമുക്ക് പോവാം. 1ഉം 2ഉം വായിക്കാം. ലബ്ധ്വാ വരം സഗന്ധർവ പ്രയാസ്യൻ രാമമബ്രവീദ് ശബര്യാസ്തേ പുരോഭാഗേ ആശ്രമേ രഘുനന്ദന ഭക്ത്യാ ത്വൽപാദകമലേ ഭക്തിമാർഗവിശാരദ താം പ്രയാഹി മഹാഭാഗഃ സർവം തേ കഥയിഷ്യതി. വരം ലബ്ധ്വാ പ്രായസ്യൻ സഹ ഗന്ധർവ. വരം ലഭിച്ചിട്ട് തിരിച്ച് ഗന്ധർവലോകത്തിലേക്ക് പോവാൻ ഭാവിക്കുന്ന ആ ഗന്ധർവൻ രാമം അബ്രവീത്, ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു. രഘുനന്ദന തേ പുരോഭാഗേ ആശ്രമേ, ഹേ ശ്രീരാമഭഗവാനെ, അങ്ങയുടെ മുമ്പിലുള്ള ആശ്രമത്തിൽ, അത് മതംഗാശ്രമമാണ്, ഭക്തിമാർഗ വിശാരദ, ഭക്തിമാർഗത്തിൽ അങ്ങേയറ്റം മുഴുകിയിരിക്കുന്ന ശബരി, പിന്നെ ശബരി ത്വൽ പാദകമല ഭക്തിയ ആസ്തേ, അങ്ങയുടെ പാദ സരോജങ്ങളിൽ ഭക്തിയോടുകൂടിയിരിക്കുന്നു. ഇതാ ആശ്രമത്തിൽ, മുമ്പിൽ കാണുന്ന ആശ്രമത്തിൽ. മഹാഭാഗ, ഹേ ഭഗവാനെ, താം പ്രയാഹി, അവളെ, ഹേ ഭഗവാനെ, അവളെ പ്രാപിച്ചാലും, മീൻസ് അവളുടെ അടുത്തേക്ക് പോയാലും, സർവം തേ കഥയിഷ്യതി, അവളെല്ലാം അങ്ങയോട് പറഞ്ഞു തരും. എങ്കടാ ഇനി പോകണ്ടെന്നൊക്കെ ശ്രീത അന്വേഷിച്ചിട്ടേ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹമൊക്കെ ലഭിച്ചതിന് ശേഷം ഈ ഗന്ധർവൻ, അതായത് കബന്ധനായിരുന്ന ഗന്ധർവൻ ശ്രീരാമനോട് പറഞ്ഞു, ഹേ ശ്രീരാമ ഭഗവാനെ, അങ്ങയുടെ മുമ്പിൽ ഇതാ ആ കാണുന്ന ആശ്രമമല്ലേ, മതംഗാശ്രമമാണതെന്ന്. അത് ഇതിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും മതംഗാശ്രമമാണ്. അപ്പോൾ ഭക്തിയിൽ അങ്ങേയറ്റം ഭക്തി സമ്പന്നയായിട്ടുള്ള ആ ശബരി അങ്ങയുടെ പാദകമലങ്ങൾ തന്നെ ഭക്തിയോടുകൂടി ഭജിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ, അവളുടെ അടുത്തൊന്ന് പോകണം. അവൾ സീത ഇരിക്കുന്ന സ്ഥലവും സീത എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഉപായവും ഒക്കെ അവൾ അങ്ങയോട് പറയും എന്ന് പറഞ്ഞു. ഭഗവാന് പറഞ്ഞിട്ടൊന്നും വേണ്ട, എങ്കിലുമൊക്കെ ഭഗവാൻ ഇപ്പോൾ അഭിനയിക്കുകയാണല്ലോ. ശ്രീ മഹാദേവ ഉവാച, ലബ്ധ്വാ വരം സഗന്ധർവ പ്രയാസ്യൻ രാമമബ്രവീദ് ശബര്യാസ്തേ പുരോഭാഗേ, മുമ്പിൽ കാണുന്ന ആശ്രമം, ആശ്രമേ രഘുനന്ദന ഭക്ത്യാ ത്വൽപാദകമലേ ഭക്തിമാർഗ വിശാരദ താം പ്രയാഹി മഹാഭാഗ സർവം തേ കഥയിഷ്യതി. എത്രയോ കാലമായിട്ട് ശബരി ഭഗവാനെ കാത്തിരിക്കുകയാണ് അവിടെ. ഇത്യുക്ത്വാ പ്രേയൗ സോപി വിമാനേനാർക്ക വർച്ചസ വിഷ്ണോഃ പദം രാമനാമസ്മരണേ ഫലമീദൃശം. ഇതി ഉക്ത്വ, ഇതും പറഞ്ഞിട്ട്, അർക്കവർച്ചസ വിമാനേന, സൂര്യകാന്തിയോടുകൂടിയ ഒരു വിമാനം അപ്പോഴേക്ക് അവിടെ വന്നു, ഗന്ധർവന്മാരയച്ചതേ. സഹ അപി വിഷ്ണോഃ പദം പ്രയോ, അവനും വിഷ്ണുവിൻ്റെ സ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തു. ഇപ്പം ഇതിൽ പറയണത് ഗന്ധർവലോകത്തിലേക്ക് പോയി എന്നല്ല കേട്ടോ, വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ്. ഇപ്പോൾ വൈകുണ്ഠത്തിൽ നിന്ന് തന്നെ വിഷ്ണു പാർഷദന്മാർ വന്ന് കൊണ്ടുപോയതുപോലെയാണ് ഇപ്പോൾ ഇത് വായിച്ചാൽ നമുക്ക് തോന്നുക. രാമനാമസ്മരണേ ഫലം ഈദൃശം, അതായത് രാമനാമം സ്മരിച്ചാലത്തെ ഫലം ഇതാണ് എന്ന് പറയുകയാണ്. അതായത് ശ്രീരാമനെ വിചാരിച്ചാലേ ഇപ്രകാരം പറഞ്ഞിട്ട് ആ ഗന്ധർവനും പിന്നെ നല്ല പ്രകാശമാനമായിട്ടുള്ള വിമാനത്തിലിരുന്നിട്ട് സ്വസ്ഥാനത്തെ പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം എന്നാണ്, ഗന്ധർവലോകം എന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ശ്രീരാമനാമത്തെ സ്മരിക്കുന്നവർക്കുള്ള ഫലം ഇപ്രകാരമുള്ളതാകുന്നു. മീൻസ് അത്ര ഫലമാണ് ശ്രീരാമനാമം ജപിച്ചാൽ നമുക്ക് ഭഗവാനോട് ചേരാം എന്ന് പറയണം.
ഇത്യുക്ത്വാ പ്രയയൗ സോപി വിമാനേനാർക്കവർച്ചസാ വിഷ്ണോഃ പദം രാമനാമസ്മരണേ ഫലമീദൃശം. ഇനി 4 കേട്ടോ. ത്യക്ത്വാ തദ്വിപിനം ഘോരം സിംഹവ്യാഘ്രാധിഭൂഷിതം ശനൈരഥാശ്രമപദം ശബര്യ രഘുനന്ദന. അഥ അതിനുശേഷം സിംഹവ്യാഘ്രാതിദൂഷിതം, സിംഹങ്ങളും നരികളും ഒക്കെ ധാരാളമുള്ള ആ ഭയങ്കരമായ വനം, തദ്വിപിനം ആ ഭയങ്കരമായ വനത്തെ ത്യക്ത്വ ത്യജിച്ചിട്ട്. ഇതൊക്കെ സംഭവിച്ചത് ഘോരമായിട്ടുള്ള വനത്തിലാണ് ഈ കബന്ധനെ കണ്ടതും ജടായുവിനെ കണ്ടതൊക്കെ. രഘുനന്ദന രാമൻ ശബര്യ ആശ്രമം പദം, കുറച്ച് തുറന്നൊരു സ്ഥലമുണ്ട്, അതായത് മരങ്ങളൊന്നും അധികമില്ലാതെ ഒരു തുറന്നൊരാശ്രമം ഉള്ള ഒരു സ്ഥലം, ശബരിയുടെ ആശ്രമസ്ഥാനത്തെ ശനൈഹിയയോ പതുക്കെ പോയി. അതിനുശേഷം രാമൻ സിംഹങ്ങളും നരികളും ഒക്കെ ധാരാളമുള്ള ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത ആ വലിയ വനത്തുനിന്ന് ഭയങ്കരമായ വനം കടന്ന് പതുക്കെ ശബരിയുടെ ആശ്രമത്തിൽ എത്തി. ത്യക്ത്വാ തദ്വിപിനം ഘോരം സിംഹവ്യാഘ്രാതിഭൂഷിതം ശനൈരഥാശ്രമപദം ശബര്യ രഘുനന്ദന. ഈ 5ഉം 6ഉം. ശബരി രാമമാലോക്യ ലക്ഷ്മണേന സമന്വിതം ആയാന്തമാരാധഷേണ പ്രത്യുത്ഥായാചിരേണ സാ പതിത്വാ പാദയോരഗ്രേ ഹർഷപൂർണാശ്രുലോചന സ്വാഗതേനാഭിനന്ദ്യാഥ സ്വാസനേ സന്യവേശയത്. ലക്ഷ്മണേന സമന്വിതം, ലക്ഷ്മണസഹിതനായവനും ആയാന്തം തൻ്റെ അടുത്തേക്ക് വരുന്നവനുമായ രാമം ആലോക്യ, രാമനെ കണ്ടിട്ട് ആചിരേണ മീൻസ് വേഗം, ശബരി ഹർഷേണ പ്രത്യുത്ഥായ, ശബരി സന്തോഷമായിട്ട് നീട്ടിട്ട് പാദയോഹോ ആഗ്രേ പതിത്വ, പാദങ്ങളുടെ മുമ്പിൽ, അഗ്രേ എന്നാണ് കേട്ടോ, പാദയോഹോ അഗ്രേ പതിത്വ, പാദങ്ങളുടെ മുമ്പിൽ പാദത്തിൽ നമസ്കരിച്ചിട്ടെന്നേ അർത്ഥമുള്ളൂ. ഹർഷപൂർണാശ്രുലോചനാസ, അതായത് സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടുകൂടിയ അവൾ സ്വാഗതേന അഭിനന്ദ്യ, സ്വാഗതം പറഞ്ഞിട്ട് അഭിനന്ദിച്ചിട്ട് വന്നത് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാസനെ സന്യവേശയത്, ശോഭനമായ ആസനത്തിൽ സന്നിവേശിപ്പിച്ചു. മീൻസ് എന്താണ്, ഒരു ഇരിക്കാൻ ഒരു പീഠമൊക്കെ കൊടുത്തു. ശ്രീരാമൻ ലക്ഷ്മണസഹിതനായിട്ട് തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ശബരിക്കുണ്ടായിട്ടുള്ള സന്തോഷം വേഗം സ്വീകരിച്ച് കണ്ണീര്, ആനന്ദം കൊണ്ട് കണ്ണീരൊഴുക്കി രാമപാദത്തിൽ വീണ് നമസ്കരിച്ച് സ്വാഗതം പറഞ്ഞ് നല്ലൊരു പീഠം നൽകി അതിലിരുത്തി. ശബരി രാമമാലോക്യ ലക്ഷ്മണേന സമന്വിതം ആയാന്തമാരാധഷേണ പ്രത്യുത്ഥായാചിരേണ സാ പതിത്വാ പാദയോരഗ്രേ ഹർഷപൂർണാശ്രുലോചന സ്വാഗതേനാഭിനന്ദ്യാഥ സ്വാസനേ സന്യവേശയത്. ആസനത്തിലിരുത്തി. ഇനി 7, 8, 9, 10 ഒന്നിച്ചാണ്. രാമലക്ഷ്മണയോഹോ സമ്യക് പദൗ പ്രക്ഷാള്യ ഭക്തിത തജ്ജലേനാഭിഷിച്യാംഗ മഥാർഘ്യാദിഭിരാദൃത. അതായത് വേണ്ട പോലെ സൽക്കരിക്കുകയാണ്. സംപൂജ്യ വിധിവദ്രാമം, വിധി പോലെ സൽക്കരിച്ചു. സൗമിത്രീം സപര്യയ സംഗൃഹീതാനി ദിവ്യാനി രാമാർത്ഥം ശബരീ മുദ ഫലാന്യമൃതകൽപ്പാനി ദദൗ രാമായ ഭക്തിതാ പാദൗ സംപൂജ്യ കുസുമൈ സുഗന്ധൈ സാനുലേപനൈ കൃതാതിഥ്യം രഘുശ്രേഷ്ഠമുപവിഷ്ടം സഹാനുജം ശബരി ഭക്തിസമ്പന്ന പ്രാഞ്ജലിർവാക്യമബ്രവീത്. രാമലക്ഷ്മണായോഹോ പദൗ, രാമലക്ഷ്മണന്മാരുടെ പാദങ്ങളെ ഭക്തിതഃ സമ്യക് പ്രക്ഷാള്യ, വളരെ ഭക്തിയോടെ കഴുകിച്ചു. പ്രക്ഷാളനം ചെയ്യുക പറഞ്ഞാൽ എന്താ, പാദം കഴുകിച്ചിട്ട് തജ്ജലേന അംഗം അഭിഷിച്ച, ആ ശ്രീരാമഭഗവാന്റെയും ലക്ഷ്മണൻ്റെയും കാലുകൾ കഴുകിയ വെള്ളം കൊണ്ട് സ്വന്തം ശരീരത്തെ അഭിഷേകം ചെയ്തിട്ട്, മീൻസ് അത് തളിച്ചു. നമ്മൾ തീർത്ഥം തളിക്കില്ലേ, അതുപോലെ ആദൃത, വളരെ ആദരവോട് കൂടിയവളായിട്ട് അർഘ്യാദിഭി സപര്യയ, അർഘ്യാദികളോടുകൂടിയ പൂജ കൊണ്ട് സൗമിത്രിയും രാമം, ലക്ഷ്മണസഹിതനായിരിക്കുന്ന രാമനെ വിധിപത്ത് സംപൂജ്യ, വിധി പോലെ പൂജിച്ച് ആരാധിച്ച് രാമാർത്ഥം മുദ സംഗൃഹീതാനി, രാമൻ വരുന്ന് വിചാരിച്ച് വളരെ
സന്തോഷത്തോടുകൂടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന അമൃതകൽപ്പാനി ദിവ്യാനി ഫലാനി, അമൃതത്തിന് തുല്യമായിട്ടുള്ള വളരെ നല്ല ഫലങ്ങൾ പഴങ്ങളൊക്കെ രാമന് വേണ്ടി തന്നെ എടുത്തു വച്ചിരിക്കുകയാണ്. അങ്ങനെ അമൃതന് തുല്യം സ്വാദുള്ള പഴങ്ങളെ ഭക്തിതഃ രാമായ ദദൗ, വളരെ ഭക്തിയോടെ രാമന് സമർപ്പിച്ചു. സാനുലേപനൈഹി, അനുലേപനത്തോടുകൂടിയ സുഗന്ധൈ കുസുമൈഹി, സുഗന്ധ കുസുമങ്ങൾ കൊണ്ട്, ധാരാളം വാസന പുഷ്പങ്ങൾ കൊണ്ട്, പാദൗ സംപൂജ്യ, പാദങ്ങളിൽ ആരാധിച്ചിട്ട്, കൃതാതിഥ്യം, വളരെ വേണ്ട പോലെ അതിഥി സൽക്കാരം ചെയ്തിട്ട്, സഹാനുജം ഉപവിഷ്ടം രഘുശ്രേഷ്ഠം, ലക്ഷ്മണസഹിതനായിരിക്കുന്ന രഘുശ്രേഷ്ഠനോട് ഭക്തിസമ്പന്ന ശബരി, ഭക്തിയോടുകൂടി ശബരി പ്രാഞ്ജലിഹി വാക്യം അബ്രവീത്, കൈ രണ്ടും കൂപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, വാക്യത്തെ പറഞ്ഞു. എന്താണ് അവിടെ ആസനത്തിലിരുത്തി പറഞ്ഞല്ലോ, പീഠത്തിൽ. എന്നിട്ട് വേഗം രണ്ടാളുടെയും കാലമൊക്കെ നല്ലോണം ശുദ്ധജലം കൊണ്ട് കഴുകി ആ വെള്ളം അവനവൻ്റെ മേലൊക്കെ തളിച്ച് ശുദ്ധി വരുത്തി വേണ്ട പോലെ വിധിപ്രകാരം രണ്ടുപേരെയും പൂജിച്ച് രാമന് വേണ്ടിയിട്ട് വളരെ ഭക്തിയോടുകൂടി ശേഖരിച്ച് വെച്ചിരുന്ന അമൃതം പോലെ സ്വാദുള്ള ദിവ്യഫലങ്ങളൊക്കെ സമർപ്പിച്ചു. എന്നിട്ട് സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് പാദം പൂജ ചെയ്തു, ചന്ദനം ചാർത്തി. താൻ ചെയ്ത ആ അതിഥി സൽക്കാരമൊക്കെ ഭഗവാൻ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. അനുജനോടുകൂടി അങ്ങനെ ഇരിക്കണ ശ്രീരാമനോട് പൂർണ്ണമായ ഭക്തി സമ്പന്നയായിട്ടുള്ള ആ ശബരി കൈകൾ ശിരസ്സിൽ വെച്ച് കൂപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അതാണ് ഈ 5 ശ്ലോകത്തിൽ 4 ശ്ലോകം, അതുകൊണ്ട് 4 ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. അത് വായിച്ചിട്ട് നമുക്ക് 11ലേക്ക് പോവാട്ടോ. രാമലക്ഷ്മണയോഹോ സമ്യക് പദൗ പ്രക്ഷാള്യ ഭക്തിത തജ്ജലേനാഭിഷിച്യാംഗമഥാർഘ്യാദിഭിരാദൃത സംപൂജ്യ വിധിവദ്രാമം സൗമിത്രിം സപര്യയാ സംഗൃഹീതാനി ദിവ്യാനി രാമാർത്ഥം ശബരി മുദ ഫലാന്യമൃതകൽപ്പാനി ദദൗ രാമായ ഭക്തിത പാദൗ സംപൂജ്യ കുസുമൈ സുഗന്ധൈ സാനുലേപനൈ കൃതാതിഥ്യം രഘുശ്രേഷ്ഠമുപവിഷ്ടം സഹാനുജം ശബരി ഭക്തിസമ്പന്ന പ്രാഞ്ജലിർവാക്യമബ്രവീത്. പിന്നെ ശബരി പറയാണ് 11, 12. അത്രാശ്രമേ രഘുശ്രേഷ്ഠ ഗുരവോ മേ മഹർഷയാ സ്ഥിതാ ശുശ്രൂഷണം തേഷാം കുർവതി സമുപസ്ഥിതാ ബഹുവർഷസഹസ്രാണി ഗതാസ്തേ ബ്രഹ്മണപദം ഗമിഷ്യന്തോബ്രുവൻ മാം ത്വം വസാത്രൈവ സമാഹിത. ഹേ രഘുശ്രേഷ്ഠ, അത്ര ആശ്രമേ, ഈ ആശ്രമത്തിൽ മേ ഗുരവഹ മഹർഷയ, എൻ്റെ ഗുരുക്കന്മാരായ മഹർഷിമാർ സ്ഥിത വസിച്ചു. തേഷാം ശുശ്രൂഷണം കുർവതി, ഞാൻ അവരെ ശുശ്രൂഷിക്കുന്നവളായിട്ട്. ബഹുവർഷസഹസ്രാണി, അനേകായിരം വർഷങ്ങൾ. സമുസ്ഥിത, ഞാനിവിടെ ഇരിക്കുകയാണ്. തേ ബ്രഹ്മണഃ പദം ഗത്വ, അവരൊക്കെ ബ്രഹ്മപദത്തെ പ്രാപിച്ചു. മീൻസ് ആ മഹർഷിമാർക്കൊക്കെ മോക്ഷം കിട്ടി. ഗമിഷ്യന്തഃ മാം അബ്രുവൻ, അങ്ങനെ അവർ ഇവിടുന്ന് പോണ സമയത്ത് അവരെന്നോട് പറഞ്ഞു, ത്വം സമാഹിതാഹ അത്ര ഏവ വസനി, നീ സമാധാനമായിട്ട് ഇവിടെ തന്നെ വസിച്ചാലെന്ന് അവർ പറഞ്ഞു. അവനവൻ്റെ കഥ പറയുകയാണ്, ശബരി പറയാണ്. ഇത് മതങ്കാശ്രമത്തിൽ ഇവിടെ കുറേ മഹർഷിമാരുണ്ടായിരുന്നു. അവരൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ 1000 വർഷമായി ഇവിടെ ജീവിക്കുന്നു. അപ്പോൾ അവരൊക്കെ ബ്രഹ്മപദം കിട്ടി, മീൻസ് അവർക്കൊക്കെ മോക്ഷം കിട്ടി. അവർ പോയി. പക്ഷെ പോണ സമയത്ത് അവരെന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ സമാധാനമായിട്ട് താമസിച്ചാലും എന്ന് പറഞ്ഞു. ഏകാഗ്രചിത്തത്തോടു കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടാണ് അവർ പോയത്. അത്രാശ്രമേ രഘുശ്രേഷ്ഠ ഗുരവോ മേ മഹർഷയാ സ്ഥിതാ ശുശ്രൂഷണം തേഷാം കുർവതി സമുപസ്ഥിതാ ബഹുവർഷസഹസ്രാണി ഗതാസ്തേ ബ്രഹ്മണപദം ഗമിഷ്യന്തോബ്രുവന്മാം. അപ്പം എന്നോട് പറഞ്ഞു, അബ്രു എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണല്ലോ.
എന്നോടത്വം വസാത്രൈവ സമാഹിത. ഇവിടെ ഏകാഗ്രബുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചിരുന്നോളാൻ പറഞ്ഞു. ഇനി നമുക്ക് 13, 14, 15 ഒന്നിച്ചാണ് വായിക്കാം. രാമോദാശരഥിർജാത പരമാത്മാ സനാതന രാക്ഷസാനാം വധാർത്ഥായ ഋഷീണാം രക്ഷണായ ച ആഗമിഷ്യതി ചൈകാഗ്രധ്യാനനിഷ്ഠാ സ്ഥിരാ ഭവ ഇദാനീം ചിത്രകൂടാദ്രാവാശ്രമേ വസതി പ്രഭു യാവദാഗമനം തസ്യ താവദ്രക്ഷകളേവരം ദൃഷ്ട്വൈവ രാഘവം ദഗ്ധ്വാ ദേഹം യാസ്യസി തൽപദം. എന്താ പറഞ്ഞ? സനാതനഃ പരമാത്മാ, നിത്യനായിട്ടുള്ള ആ പരമാത്മാവ്, സനാതന സത്യമാണല്ലോ ഭഗവാൻ. രാക്ഷസാനാം വധാർത്ഥായ ഋഷീണാം രക്ഷണായ, അതായത് രാക്ഷസന്മാരെയൊക്കെ കൊല്ലാനും ഋഷികളെയൊക്കെ രക്ഷിക്കാനുമായിട്ട്, ഋഷികളുടെ രക്ഷണത്തിനും ആയിക്കൊണ്ട് ദാശരഥി രാമ ജാത, അതായത് ദശരഥപുത്രനായ രാമൻ അവിടെ ജനിച്ചിട്ടുണ്ട്. അയോധ്യയിലെ മഹർഷിമാരെ പോണ സമയത്ത് ശബരിയോട് പറഞ്ഞതാണ് ശബരി പറയണത്. പിന്നെ ആഗമീശ്വരീച്ച, ഇവിടെ വരികയും ചെയ്യും. ഏകാഗ്രധ്യാനനിഷ്ഠ സ്ഥിരാഭവ, അതുകൊണ്ട് ഏകാഗ്രധ്യാനത്തോടു കൂടിയവളായിട്ട് ഇവിടെ സ്ഥിരമായിട്ടിരുന്നോളൂ. ഇതാനീം പ്രഭു, ഇപ്പോൾ ഈശ്വരൻ ചിത്രകൂടാദ്രവ് ആശ്രമേ വസതി, ചിത്രകൂടത്തിൽ വസിക്കുകയാണ് ഇപ്പോൾ. തസ്യ ആഗമനം യാവത്, അവൻ്റെ ആഗമനം എപ്പോഴോ, താവത് കളേവരം രക്ഷ, അതുവരെ ഈ ശരീരത്തിലിരിക്കണം. ശ്രീരാമഭഗവാനെ കാണുന്നവരെ നീ ഈ ശരീരത്തിൽ നിന്നിരിക്കണം, മരിക്കാതെ ശ്രീരാമനെ ആലോചിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കണം. രാഘവം ദൃഷ്ട്വ ഏവ, രാഘവനെ ദർശിച്ചിട്ടു തന്നെ ദേഹം ദഗ്ധ്വ, നീ ഈ ദേഹം ത്യജിക്കാൻ നിനക്കിടവരും, അല്ലെങ്കിൽ ദേഹം ത്യജിച്ചോളൂ പറഞ്ഞാൽ അവരുടെ ഒരു അനുഗ്രഹം കൂടിയാണ്. ത്വത്പദം യസ്യസി, അവൻ്റെ സ്ഥാനത്തിന് നീയാണ്. അത് കഴിഞ്ഞാൽ നിനക്ക് വൈകുണ്ഠം, അതായത് ഭഗവാന്റെ സ്ഥാനത്തെ പ്രാപിക്കാൻ സാധിക്കുന്ന. എന്താണ് മഹർഷിമാർ പോണ സമയത്ത് പിന്നെ ശബരിയോട് പറഞ്ഞത്? ഈ ഭഗവാൻ നിത്യനായിട്ടുള്ള പരമാത്മാവ് തന്നെയായിട്ടുള്ള ശ്രീനാരായണൻ രാക്ഷസന്മാരെ മുഴുവൻ സംഹരിക്കാനും ഋഷികളെ രക്ഷിക്കാനും വേണ്ടിയിട്ട് ദശരഥപുത്രനായി രാമനായി അയോധ്യയിൽ ജനിച്ചിട്ടുണ്ട്. ആ രാമൻ ഈ ആശ്രമത്തിൽ വരും. നീ ഏകാഗ്രചിത്തയായിട്ട് ആ പരമാത്മാവിനെ തന്നെ ധ്യാനിച്ചു കൊണ്ട് ഇരുന്നോളൂ. ഇവിടെ ഇപ്പം ഭഗവാൻ ചിത്രകൂട പർവ്വതത്തിൽ എത്തിയിരിക്കുന്നു. ഭഗവാൻ ഇവിടെ വരുന്നവരെ നീ ഈ ശരീരത്തെ ഉപേക്ഷിക്കരുത്. അത് കഴിഞ്ഞ് രഘൂത്തമനെ കണ്ടേൽ പിന്നെ നീ യോഗാഗ്നിയിൽ നിൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചോളൂ. അപ്പം നിനക്ക് ഇനി അപുനർഭവം ആയിട്ടുള്ള മോക്ഷം തന്നെ നിനക്ക് ലഭിക്കും. നിനക്ക് ഒരിക്കലും പിന്നെ ഈ സംസാര ചക്രത്തിലേക്ക് മടങ്ങി വരേണ്ടി വരില്ല. നീ ഭഗവത്ഗതിയെ തന്നെ, ഭഗവത് പാതാരവിന്ദങ്ങളെ തന്നെ പ്രാപിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അതാണ് ശബരി പറഞ്ഞത്. രാമോദാശരഥിർജാത പരമാത്മാ സനാതന രാക്ഷസാനാം വധാർത്ഥായ ഋഷീണാം രക്ഷണായ ച ആഗമിഷ്യതി ചൈകാഗ്രധ്യാനനിഷ്ഠാ സ്ഥിരാ ഭവ ഇദാനീം ചിത്രകൂടാദ്രാവാശ്രമേ വസതി പ്രഭു യാവദാഗമനം തസ്യ താവദ്രക്ഷകളേവരം ദൃഷ്ട്വൈവ രാഘവം ദഗ്ധ്വാ ദേഹം യാസ്യസി തൽപദം. ഇനി 16. തഥൈവാകരവം രാമ ത്വധ്യാനൈകപരായണ പ്രതീക്ഷ്യാഗമനം തേദ്യ സഫലം ഗുരുഭാഷിതം. രാമ ത്വധ്യാനൈകപരായണ, ഹേ രാമ, ഞാൻ അങ്ങയുടെ ധ്യാനത്തിൽ മാത്രം മുഴുകിയവളായിട്ട് തേ ആഗമനം പ്രതീക്ഷ, അങ്ങയുടെ ഈ വരവിനെ പ്രതീക്ഷിച്ചിട്ട് തഥായേവ അകരവം, അപ്രകാരം തന്നെ ആ മുനികൾ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. ഗുരുഭാഷിതം അദ്യ സഫലം, ഇന്ന് ആ ഗുരുവിൻ്റെ വാക്കുകൾ ഇതാ സഫലമായിരിക്കുന്നു, അങ്ങൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എത്ര സന്തോഷം ഉണ്ടാവുമല്ലേ. ഹേ രാമ, അങ്ങ് നിന്തിരുവടിയെ ധ്യാനിച്ചും അങ്ങയുടെ വരവിനെ കാത്തുകൊണ്ട് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നു. ഇന്നിതാ ഗുരുവാക്യം സഫലായില്ലോ.
അങ്ങൻ്റെ മുമ്പിലെത്തിയില്ലോന്ന്. തഥൈവാകരവം രാമ ത്വധ്യാനൈകപരായണ പ്രതീക്ഷ്യാഗമനം തേദ്യ സഫലം ഗുരുഭാഷിതം. തവ സന്ദർശനം രാമ ഗുരുണാമപി മേ നഹി യോഷിന്മൂഢാപ്രമേയാത്മൻ ഹീനജാതി സമുദ്ഭവാ. പാവട്ടോ, 18 കൂടി വായിക്കാം. തവ ദാസസ്യ ദാസാനം ശതസംഖ്യോത്തരസ്യ വാ ദാസീത്വേ നാധികാരോസ്തി കൃത സാക്ഷാത് തവൈവ ഹി. ഭഗവാന് പക്ഷേ ആരാന്നൊന്നുമില്ല. ഭഗവാനോട് സ്നേഹമുള്ളവരെ മുഴുവൻ ഭഗവാൻ പ്രിയപ്പെട്ടതാണ്, അത്രയേ ഉള്ളൂ അല്ലേ. രാമ തവ സന്ദർശനം, ഹേ രാമ അങ്ങയുടെ ഈ എനിക്ക് തന്ന ദർശനമുണ്ടല്ലോ, മേ ഗുരുണാം അപി നഹി എൻ്റെ ഗുരുക്കന്മാർക്ക് കൂടി ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതിന് എന്നെ ഇതൊക്കെ ഉപദേശിച്ച ഗുരുക്കന്മാർക്ക് പോലും അങ്ങേ ഈ ഫിസിക്കൽ ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല. എന്നെ അങ്ങയ്ക്ക് വേണ്ടി ഇവിടെ അങ്ങേ കാണാൻ വേണ്ടി കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ ഈ വഴിക്ക് നയിച്ച ഗുരുക്കന്മാർക്ക് പോലും അവരുടെ സ്ഥൂല നേത്രങ്ങൾക്ക് അങ്ങ് വിഷയമായി ഭവിച്ചിട്ടില്ല. അവർക്ക് പോലും നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. മേ ഗുരുണാം അപി നഹി എൻ്റെ ഗുരുക്കന്മാർക്കും കൂടി ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്രമേയാത്മൻ, അതായത് ഒരിക്കലും അനന്തനായിട്ടുള്ള പരിച്ഛേദിക്കാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ ഹീനജാതി സമുദ്ഭവ മൂഢ യോഷിത്, ഞാൻ താണജാതിയിൽ ജനിച്ച മൂഢയായിട്ടൊരു സ്ത്രീയാണ്. തവ ദാസസ്യ ദാസാനാം വാ ശതസംഖ്യോത്തരസ്യ വാ അങ്ങയുടെ ദാസന്മാരുടെയോ അല്ലെങ്കിൽ 100 ദാസന്മാരിൽ അവസാനത്തെ ദാസൻ്റെയോ ദാസീത്വ എന്ന അധികാര. ആ അങ്ങയുടെ ദാസ 100 ദാസന്മാർ കഴിഞ്ഞ് അവരുടെ ദാസിയാവാനും പോലും എനിക്ക് അധികാരമില്ല. അത്ര ഒട്ടും ഞാനിതിന് അർഹിക്കണില്ല. എന്നിട്ട് പോലും സാക്ഷാത് തവയേവ കൃതഹി, സാക്ഷാൽ നിന്തിരുവടിയുടെ ഈ ദാസീത്വത്തിൽ പിന്നെ പറയണമോ? എന്താ ആലോചിച്ച് നോക്കും ശബരിയുടെ ഭാഗ്യം. ഹേ ശ്രീരാമചന്ദ്രസ്വാമി, എൻ്റെ ഗുരുഭൂതന്മാർക്ക് പോലും അങ്ങയുടെ ഈ ദർശനം അവരുടെ എന്താണ് സ്ഥൂല മായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് സാധിച്ചിട്ടില്ല. അവർക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഞാനാവട്ടെ ഒന്നും അറിയാത്ത ഒരു ഹീനകുലത്തിൽ ജനിച്ച ഒരു സ്ത്രീ, അങ്ങയുടെ ദാസന്മാരുടെ എത്രയോ താഴത്തുള്ള ഒരു ദാസൻ്റെ ദാസിയായിട്ടിരിക്കാൻ പോലും എനിക്ക് അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്തവളാണ് ഞാൻ. നേരിട്ട് ഇപ്പോൾ നിന്തിരുവടിയെ സേവിക്കാൻ, നിന്തിരുവടിയുടെ ദാസിയായിട്ടിരിക്കാൻ എനിക്കിപ്പോൾ ഒരു ഭാഗ്യമുണ്ടായി. നേരെ ദാസൻ്റെ എത്രയോ താഴെയുള്ള ദാസൻ്റെ ദാസിയായിരിക്കാനും കൂടിയുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? എനിക്ക് ഭഗവാന്റെ നേരെയുള്ള ദാസിയായിട്ടിരിക്കാൻ സാധിച്ചു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ നമുക്ക് വേണ്ടൂ. വേറെ നമുക്ക് അറിവോ കഴിവോ കേമായിട്ടുള്ള കുലത്തിലുള്ള ജനനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഭഗവാനോടുള്ള അദമ്യമായിട്ടുള്ള ഭക്തിയും ഭഗവാന്റെ അനുഗ്രഹവും മാത്രമേ ഒരു ഭക്തന് വേണ്ടൂ എന്നാണ് ശബരിയുടെ കഥ നമുക്ക് പറഞ്ഞു തരണതേ. ശബരി തന്നെ അത് പറയണു. അപ്പോൾ നമുക്ക് ഇത് രണ്ടും വായിച്ച് നിർത്താം. തവ സന്ദർശനം രാമ ഗുരുണാമപി മേ നഹി യോഷി മൂഢാപ്രമേയാത്മൻ ഹീനജാതി സമുദ്ഭവ. തവ ദാസസ്യ ദാസാനം ശതസംഖ്യോത്തരസ്യ വാ ദാസീത്വേ നാധികാരോസ്തി കുത സാക്ഷാത് തവൈവ ഹി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.